നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളതും ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒന്നുപോലെ വളർത്താൻ പറ്റുന്നതുമായ സ്നേക്ക് പ്ലാന്റിനെ പറ്റി പറയാനാണ്. വീഡിയോ കാണാം. സ്നേക്ക് പ്ലാന്റിന് നീളമുള്ളതും കത്തി പോലെ നിവർന്ന് വളരുന്ന ഇലകളുമാണ് ഉള്ളത്. ഇലകളിൽ ഇരുണ്ടതും ഇളം പച്ചയും കലർന്ന വേരുകൾ കാണാം. വീട്ടിനകത്തോ ഓഫീസിലോ വെച്ചാൽ മോഡേൺ ലുക്ക് നൽകും. നഴ്സറിയിൽ വലുതും ചെറുതുമായ ഒരുപാട് വെറൈറ്റികൾ അവൈലബിളാണ്. സ്നേക്ക് പ്ലാന്റ് പല വെറൈറ്റികൾ ഉണ്ട്. ഇതിനെ പൊതുവെ പറയുന്നത് സർപ്പപ്പോള എന്നാണ്. ഇനിയും പേരുകളുണ്ട്. അമ്മാവി അമ്മയുടെ നാവ്, സോക്രട്ടീസിന്റെ വാള് എന്നൊക്കെയാണ്. ഈ ചെടി എയർ പ്യൂരിഫൈഡ് ആണ്. വായുവിലെ ഹീനമായ വിഷാംശങ്ങൾ നിറഞ്ഞ വായുവിനെ കുറക്കാൻ സഹായിക്കുന്നു. ഇതിന്റെ ഇലകളിൽ ചെറിയ ചെറിയ ഹോൾ ഉണ്ട്. പകൽ സമയത്ത് അടഞ്ഞിരിക്കുന്നതും രാത്രി തുറന്നിരിക്കുന്നതുമാണ്. വിഷാംശങ്ങൾ നിറഞ്ഞ വായു വലിച്ചെടുത്ത് രാത്രി സമയത്ത് ഓക്സിജനെ പുറത്തുവിടുന്ന സസ്യങ്ങളിൽ ഒന്നാണ് സ്നേക്ക് പ്ലാന്റ്. അതിനാൽ ബെഡ്റൂമിൽ വെക്കാൻ അനുയോജ്യം. ഈ ചെടിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. ഇൻഡോറിലാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടില്ലല്ലോ. ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ വീട്ടിൻ്റെ ഷെയ്ഡിൽ വെക്കാം. ഞാൻ എൻ്റെ സ്റ്റെപ്പുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കുറച്ച് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ട് രാവിലത്തെ കുറച്ച് വെയിൽ കൊള്ളുന്നതിന് തെറ്റില്ല. അധികം വെള്ളം വേണ്ട. ഇൻഡോറിൽ വെച്ചാൽ 1-2 ആഴ്ച കൂടുമ്പോൾ വെള്ളം നൽകിയാൽ മതിയാകും. ഓവറിങ് വാട്ടർ ആയാൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോകും. ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ 2 തരത്തിലുണ്ട്. ലീഫ് പ്രൊപ്പഗേഷനും അതുപോലെ മദർ പ്ലാന്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന ചെറിയ ചെടിയെ വേർപെടുത്തി നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഇത് ലീഫാണ്. അത് എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ കീറിയ നൈസായ തുണിയോ ടിഷ്യൂ പേപ്പറോ ലീഫിന്റെ പുറവും അകവും നന്നായി തുടയ്ക്കുന്നത് നല്ലതായിരിക്കും. ലീഫിന്റെ അകവും പുറവും നന്നായി തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ലീഫ് നല്ല ഫ്രഷ് ആയിരിക്കും. 5-6 മാസം കൂടുമ്പോൾ മാത്രം ചാണകം പൊടിച്ച് വളം നൽകാവുന്നതാണ്. ലിക്വിഡ് ഫെർട്ടിലൈസറും ഇതിന് നൽകാവുന്നതാണ്. ഇനി നമുക്ക് സ്നേക്ക് പ്ലാന്റ് നടുന്നത് എങ്ങനെയെന്ന് നോക്കാം. മണല്, ഗാർഡൻ സോയില്, കൊക്കോ പീറ്റ്, ഇത് ചാണകപ്പൊടി. എൻ്റെ കയ്യിൽ കൊക്കോ പീറ്റ് ഇല്ല, അതുകൊണ്ട് ചാണകപ്പൊടി കുഴച്ചാണ് നടുന്നത്. ഫുള്ളിടും. ഇത് വിശേഷങ്ങൾ ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം കമന്റിലൂടെ പറയണേ. ഷെയർ ചെയ്യാനും മറക്കരുത്.
കൂടുതൽ വീഡിയോ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി.